ഇടുക്കി ചൊക്രമുടിയിലെ വിവാദ കയ്യേറ്റ ഭൂമിയിൽ നീലക്കുറിഞ്ഞി പൂത്തു. കയ്യേറ്റം നടത്താൻ പ്രദേശത്ത് വ്യാപകമായി കുറിഞ്ഞി ചെടികൾ നശിപ്പിച്ചിരുന്നു. സംരക്ഷിത സസ്യമായി പ്രഖ്യാപിച്ച നീലക്കുറിഞ്ഞി നശിപ്പിച്ചവർക്കെതിരെ നടപടി ഇനി ഉണ്ടായിട്ടില്ല എന്നും ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. രാഹുൽ വിജയൻ ചേരുന്നു കട്ടപ്പനയിൽ നിന്ന്. രാഹുൽ വിജയൻ, ഗുഡ് മോർണിംഗ്. നീലക്കുറിഞ്ഞി പൂത്ത സൗന്ദര്യമൊക്കെ ഉൾക്കൊണ്ടോ? പറയൂ. എസ്കെൻ, ഇത്തവണ നീലക്കുറിഞ്ഞി പൂത്തിട്ട് അത്ര സൗന്ദര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അങ്ങിങ്ങായി ഒന്നോ രണ്ടോ ആ നീലക്കുറിഞ്ഞികൾ മാത്രമാണ് പൂവിട്ടിരിക്കുന്നത്. പക്ഷേ 12 വർഷം മുമ്പ് ചൊക്രമുടിയിലെ അവസ്ഥ അങ്ങനെ ആയിരുന്നില്ല. ഒരു പ്രദേശം മുഴുവൻ വ്യാപകമായി നീലക്കുറിഞ്ഞി പൂത്തിരുന്നു. അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാനായി ഒരുപാട് പേർ മൂന്നാറിലേക്ക് വണ്ടി കയറിയതുമാണ്. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയില്ല. കാരണം കയ്യേറ്റക്കാർ തന്നെയാണ്. കയ്യേറ്റത്തിന്റെ മറവിൽ വ്യാപകമായിട്ട് ഈ ചൊക്രമുടിയിലെ നീലക്കുറിഞ്ഞി ചെടികൾ പറിച്ച് കളയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ നീലക്കുറിഞ്ഞി ഒന്നോ രണ്ടോ മാത്രമായി ചുരുങ്ങിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ വർഷം മുതൽ ഇതൊരു സംരക്ഷിത സസ്യമായിട്ട് കേന്ദ്ര വനം വന്യജീവി വകുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ സംരക്ഷിത സസ്യം നശിപ്പിക്കുന്നവർക്കെതിരെ 3 വർഷം തടവും, അത് ആവർത്തിക്കുകയാണെങ്കിൽ 7 വർഷം വരെ തടവും കിട്ടാവുന്ന ശിക്ഷയാണ്. മാത്രമല്ല 25,000 രൂപ പിഴ ഉൾപ്പെടെ ചുമത്താവുന്ന കുറ്റം കൂടി ഇതിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിട്ടും ഈ ഒരു വർഷത്തിനിടയിൽ ഈ നീലക്കുറിഞ്ഞി ചെടികൾ വ്യാപകമായി നശിപ്പിച്ചവർക്കെതിരെ അതാരാണെന്ന് കൃത്യമാണ്, വ്യക്തമാണ്. എന്നിട്ടും നടപടിയെടുത്തിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ചൊക്രമുടി കയ്യേറ്റത്തിൽ പല വിധത്തിലുള്ള വകുപ്പുകൾക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്ന് വനം വകുപ്പാണ്, മറ്റൊന്ന് റവന്യൂ വകുപ്പാണ്. പോലീസിനും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. എന്തായാലും വനം വകുപ്പിന്റെ വീഴ്ചയാണ് ഈ ചൊക്രമുടിയിലെ നീലക്കുറിഞ്ഞികൾ വ്യാപകമായി നശിക്കാൻ ഇടയാക്കിയത്. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ.